ഒരു ദിവസം മക്കയുടെ ചൂടേറിയ വഴിയോരങ്ങളിലൂടെ ഒരു വൃദ്ധയായ സ്ത്രീ തൻ്റെ വിറകിൻ്റെ ഭാരവുമായി നടന്നു വരികയാണ്. അവളുടെ നടപ്പിൽ അതീവ ക്ഷീണമുണ്ട്. കൈകൾ ഒന്നൊന്നായി വിറക്കുന്നുണ്ട്. അത് കണ്ടു നിന്ന കാരുണ്യത്തിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരിക്കലും സഹിച്ചില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്ത്രീയുടെ മുന്നോട്ട് ചെന്നുകൊണ്ട് മൃദുവായ ശബ്ദത്തിൽ ചോദിച്ചു, ഉമ്മ, ഞാനൊന്ന് സഹായിച്ചോട്ടെ? ആ വൃദ്ധയുടെ കണ്ണുകൾ നിറഞ്ഞുപോയി. ആരുമില്ലാത്ത തൻ്റെ സങ്കടം മനസ്സിലാക്കി വന്ന ഈ മകൻ ആരാണ്? ആ ഉമ്മ പറഞ്ഞു, മോനെ, നിന്നെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതും പറഞ്ഞ് അവർ ആ ഭാരമുള്ള വിറകുകൾ റസൂലിൻ്റെ കയ്യിൽ നൽകി. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിറകുകൾ ചുമന്നു അവരുടെ വീട് വരെ നടന്നു. ആ പോകുന്ന വഴിയിൽ മുഴുവനും ആ സ്ത്രീ നന്ദി പറഞ്ഞുകൊണ്ടേയിരുന്നു. ഇത്രയും ദയയുള്ള ഒരു യുവാവിനെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആ ഉമ്മ വിങ്ങി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ, നിന്റെ മനസ്സ് നല്ലതാണ്. എന്നാൽ ഈ മകന് നൽകാൻ എൻ്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ഞാനൊരു ഉപദേശം നൽകാം. ഈ മക്കയിൽ മുഹമ്മദ് എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ട്. അവനെ ഒരിക്കലും വിശ്വസിക്കരുത്. അവൻ്റെ വലയിൽ ഒരിക്കലും വീഴരുത്. അവൻ മനുഷ്യനെ വഴിതെറ്റിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ വൃദ്ധയെ സഹായിച്ച് വീട്ടിലെത്തിച്ചവൻ മൃദുവായി ഒന്ന് ചിരിച്ചു പറഞ്ഞു, ഉമ്മ, ആ മുഹമ്മദ് ഞാനാണ്. ആ ഉമ്മയുടെ കൈക്കാലുകൾ വിറച്ചുകൊണ്ടേയിരുന്നു. ഹൃദയം വിങ്ങി. കാരണം ആ ഉമ്മ കണ്ടുമുട്ടിയത് അങ്ങനെയുള്ള ഒരു മുഹമ്മദിനെ അല്ല, കരുണയും സ്നേഹവും മാത്രം ഉള്ള പ്രവാചകനെയായിരുന്നു. അവരുടെ ഹൃദയം സത്യമാർഗത്തിലേക്ക് വരാൻ തിടുക്കം കൂട്ടി. ആ ഉമ്മ തിരിച്ചറിഞ്ഞു. വിശ്വാസത്തിൻ്റെ വാതിൽ തുറന്നു. ഇതാണ് എൻ്റെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ.